രാജാധിരാജൻ കർത്താധികർത്തൻ താൻ മാത്രം അമർത്യതയുള്ളവനെ വീരനമേ അത്ഭുതമേ യാഹവേ യുദ്ധമേക്കുള്ളവൻ. ജീസസ്, ആ കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ, ഉറക്കെ ഹല്ലേലൂയ. ആ കരങ്ങളെ നന്നായി അടിച്ച് വീണ്ടും യേശുവേ യേശുവേ. വാ 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 വാ. സ്തോത്രം. കർത്തൃമേശയിലേക്ക് നാം അടുത്തു വരികയാണ്. ദിസ് ഈസ് എ ഹോളി കമ്മ്യൂണിയൻ, വിശുദ്ധമായ കൂട്ടായ്മ. ഹോളി കമ്മ്യൂണിയൻ, വിശുദ്ധ കൂട്ടായ്മയിലേക്ക്. ദിസ് ഈസ് ദ ലോർഡ്സ് ടേബിൾ. ഇത് കർത്താവിന്റെ മേശയായിരിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കുചേരുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കാം. ഹോളി കമ്മ്യൂണിയന്റെ കർത്തൃമേശയുടെ ആഴങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാൻ നമ്മുടെ അടുത്തുണ്ട്. സ്തോത്രം. നമുക്ക് മറക്കുവാനാകാത്ത ഒരു കമ്മ്യൂൺ സർവീസായി മാറണമെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവിന് വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഉലാടുകയാണ്. നമ്മുടെ ദുഃഖത്തെ, കണ്ണുനീരിനെ ഒക്കെ ആനന്ദമാക്കി തീർക്കുവാൻ, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ, മരുഭൂമിയുടെ അവസ്ഥകളെ മലർവാടിയാക്കി തീർക്കുവാൻ നമ്മുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. He will turn your sorrows into joy. He will turn your mourning into dancing. He will turn your desert experience into a garden experience. പാരും ശൂന്യമായ, എല്ലാം മെസ്ഡ് ആയിരുന്ന, എല്ലാം സ്തോത്രം കുഴഞ്ഞു മറഞ്ഞിരുന്ന അവസ്ഥകളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ സകലതും ക്രമത്തിലേക്ക് വന്നതുപോലെ നാം ആകുന്ന നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ദേശങ്ങളിൽ, നമ്മുടെ ഭാരതത്തിന്മേൽ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ പാരും ശൂന്യമായി കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന സകല അവസ്ഥകളെയും മനോഹരമാക്കുവാൻ, പരദീസയുടെ ഏതെന്റെ അനുഭവമാക്കുവാൻ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. ആ കരങ്ങളെ ഒന്ന് അടിച്ച് നമുക്കൊന്ന് സ്വീകരിക്കാം. Amen, amen, hallelujah. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. യേശു അവരോട് പറഞ്ഞത്, യേശു തന്റെ ശിഷ്യന്മാരോട് ഇന്ന് നമ്മോട് സംസാരിക്കുന്ന വാക്കുകളായി നമുക്കിതൊന്ന് ശ്രവിക്കാം, നമുക്കൊന്ന് കേൾക്കാം. Yes, Jesus said to them, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. I am the bread of life. എന്റെ അടുക്കൽ വരുന്നവൻ വിശക്കുകയില്ല. എന്റെ അടുക്കൽ വരുന്നവൻ വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. കർത്താവിന്റെ പ്രസ്താവനയാണ്. എന്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും വിശക്കുകയില്ല. എന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. ഇത് ഭൗതികമായ ഒരു വിശപ്പും ദാഹത്തെ കുറിച്ചല്ല. നമ്മുടെ പ്രാണന്റെ വിശപ്പ്, നമ്മുടെ ആത്മാവിലുണ്ടായിരിക്കുന്ന ദാഹത്തെ, വിശപ്പിനെ കുറിച്ചാണ്. ഇന്ന് ലോകത്തിൽ ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആശ്വാസത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ, ദാഹിച്ചു നടക്കുമ്പോൾ യേശു പറയുക, if you will come to me you will not hunger. നാം തിരുമേശയിലേക്ക്, കർത്തൃമേശയിലേക്ക്, ഈ കമ്മ്യൂണിയനിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ വാക്ക് I am the bread of life. ഇന്ന് വീണ്ടും നാം ഇത് ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് മാറുകയാണ്. ഒരുപക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. പലതിന്റെ പുറയിൽ നമ്മൾ ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ട് ഓടി അണയുമ്പോൾ യേശു നമ്മോട് പറയുക, come to me. എന്റെ അടുക്കൽ വന്നാൽ, ഹല്ലേലൂയ, എന്നിൽ നിന്ന് പാനം ചെയ്താൽ, എന്നിൽ നിന്ന് തിന്ന് കുടിച്ചാൽ നിങ്ങൾക്ക് ഒരു ദാഹവും ഒരു വിശപ്പും. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54-56 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യേശു വീണ്ടും പറയുകയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്, എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഒന്ന് കേട്ടെ, എന്റെ മാംസം തിന്നുകയും, കമ്മ്യൂണിയൻ, കർത്താവിന്റെ ശരീരവും രക്തവും പാനം ചെയ്യുവാൻ നാം ഒരുമിച്ച് കൂടി വരുന്ന ഈ സമയം കർത്താവിന്റെ വാക്കുകൾ ഒന്ന് കേട്ടെ. The one who eats my flesh, എന്റെ മാംസം തിന്നുന്നവനും എന്റെ രക്തം കുടിക്കുന്നവനും എന്തുണ്ട്? ജീവനുണ്ട്, നിത്യജീവനുണ്ട്. Has eternal life and I will raise him up at the last day. 55-ാമത്തെ വാക്യം വായിക്കാം. Yes. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. സ്തോത്രം, പാനീയവുമാകുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചൊന്ന് കേൾക്കണമേ. Yes. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ, എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവമഹത്വത്തിന്റെയും ദൈവത്തിന്റെ ഇടപെടലുകളുടെയും ആഴത്തിലേക്ക് പ്രവേശിക്കുവാൻ യേശു തന്റെ മണവാടി സഭയ്ക്ക് വേണ്ടി നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന ഒരു വളരെ മഹത്വമേറിയ ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ. ആരാധനയുടെ മധ്യത്തിൽ നാം ദൈവ സാന്നിധ്യം അനുഭവിച്ചു, ദൈവശക്തി അനുഭവിച്ചു. എങ്കിലും കർത്തൃമേശയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ a coming together. ആഴമായി സ്നേഹിക്കുന്ന വ്യക്തികൾ ഒരുമിച്ച് അടുത്തു വന്ന് ആ സ്നേഹം പങ്കിടുമ്പോൾ ആ ഇന്റിമസിയിലേക്ക് അവരെ കടന്നു വന്ന് when they are coming together. ആരാധനയുടെ സമയത്തിൽ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. പക്ഷെ കമ്മ്യൂണിൽ എന്താ സംഭവിക്കുന്നത്? It's
intimate coming together. നാം ഒരുമിച്ച് ദൈവവും മനുഷ്യനും കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവസഭ ദൈവമക്കൾ ഓരോരുത്തരും ഏറ്റവും അടുത്ത് വരുന്ന ഒരു നിമിഷമാണ്. It's a coming together of God and man. It's an intimate deep coming together of God and man. ദൈവവും മനുഷ്യനും കൂടെ ആഴമായ ആ ഒരു കൂട്ടായ്മയിലേക്ക് coming union. It's God coming to you. ദൈവം നമ്മുടെ അടുത്തേക്ക് വരികയാണ്. സ്വർഗം ചാഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നിമിഷമാണ്. It's heaven kissing earth. It's communion. It's a coming together. It's a union and reunion. ഒന്നായി തീരുക. കമ്മ്യൂണിയനിൽ ഇന്ന് കർത്താവിന്റെ രക്തത്തിൽ നിന്ന് നാം പാനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? There is a union. നാം ഒന്നായി തീരുക. As never before the life of God is entering. അതുകൊണ്ട് തന്നെ ഇതൊരു എൻകൗണ്ടറിന്റെ പ്രതലമാണ്. Communion is an encounter with the life of God. It's an entering of the life of God. ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് ശക്തിയോടെ എപ്പോഴും വീഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ദൈവശക്തിയും ദൈവത്തിന്റെ ജീവനും സോയെ ലൈഫും ദൈവത്തിന്റെ ജീവനും പരിശുദ്ധാത്മാവ് ആ ജീവനെ നമ്മുടെ ഏറ്റവും അടുക്കലേക്ക്. Yes, Holy Communion, the Lord's table is a coming together of God and man. It's a coming together of heaven and earth. It's a union of God's life with us. It's an encounter of God's life with us. It's an entrance of God's life into us, meeting every need of our spirit, soul and body. നമ്മുടെ ആത്മാവ് ദേഹത്തിന് ആവശ്യമുള്ള സകലത്തെയും നിവർത്തിക്കുവാൻ. Wow. ഇതിലപ്പുറമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വേറെ ഒരു വഴി ദൈവം വെച്ചിട്ടില്ല. It's an entrance of God's life. നാം കർത്തൃമേശയിൽ പങ്കാളികളായി തീരുമ്പോൾ ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ആത്മദേഹത്തിലേക്ക് ആഴമായി ഇറങ്ങി നമ്മെ രൂപാന്തരപ്പെടുത്തി, നമ്മെ വ്യതിയാനപ്പെടുത്തി, നമ്മെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തി ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരായി ദൈവത്തിന്റെ നിത്യജീവന്റെ ഓഹരിക്കാരായി നമ്മെ മാറ്റുന്ന ഒരു സ്വർഗീയ മഹത്വരമായ ഒരു ഗ്ലോറിയസ് മൊമെന്റ് ആണ്. That's the Lord's table. ഇതൊരു ചടങ്ങല്ല, ഇതൊരു ആചാരമല്ല. It's a meeting together. It's a union. It's a coming together. ദൈവത്തിന്റെ മണവാട്ടി സഭയും. It's an intimate moment. The Holy Communion, the Lord's table, കർത്തൃമേശ എന്ന് പറയുമ്പോൾ സ്തോത്രം, ഇതൊരു ഓൾട്ടറാണ്. നിങ്ങൾ ഒരു ഓൾട്ടറിന്റെ അടുത്തേക്കാണ് വരുന്നത്, ഒരു യാഗപീഠത്തിന്റെ അടുക്കലേക്കാണ് വരുന്നത്. ഈ യാഗപീഠത്തിൽ ദൈവത്തിന്റെ പരമോന്നതമായ സ്നേഹത്തിന്റെ ഒരു പ്രദർശനമാണ്. It's a demonstration of His supreme love which has been demonstrated by His supreme sacrifice. കർത്തൃമേശയിലേക്ക് ഈ അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ രക്തവും നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ സ്തോത്രം, ഈ മേശ നമ്മോട് വിളിച്ചു പറയുന്നു, look at His love. ആ സ്നേഹത്തെ നിങ്ങളൊന്ന് കണ്ടേ, ആ സ്നേഹത്തെ നിങ്ങളൊന്ന് കണ്ടേ. കാൺവീൻ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം. ഈ മേശ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മേശ നമ്മോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മെ ആഴമായി സ്നേഹിച്ചതുകൊണ്ട് തന്റെ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് മനസ്സായി. ഓരോ പ്രാവശ്യവും നാം കർത്തൃമേശ എടുക്കുമ്പോൾ ഹോളി കമ്മ്യൂണിയനിൽ സ്വർഗവും ഭൂമിയും ദൈവവും മനുഷ്യനും കൂടെ ചേർന്ന് വരുമ്പോൾ is a voice of His love and His supreme sacrifice. പരമോന്നതമായ ദൈവസ്നേഹവും പരമോന്നതമായ ദൈവത്തിന്റെ യാഗത്തിന്റെ ഒരു അൽത്താരയിലേക്കാണ് നാം കടന്നു വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. That's why Holy Communion is also a celebration. ഇതൊരു ആഘോഷമാണ്, നാം കൊണ്ടാടുക. It's a celebration of a triumphant victory on the cross. ക്രൂശിൽ നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടിയ ഒരു ആഘോഷവും കൂടെയാണ്. It's not a sad moment. It's a glorious celebration. ക്രൂശിൽ നമുക്ക് വേണ്ടി ജയാളിയായി ജയോത്സവമായി പാപത്തെയും മരണത്തെയും തകർത്ത് പാപത്തിന്റെയും പിശാചിനെയും അടിമത്തത്തിൽ അന്ധകാരത്തിന്റെ രാജ്യത്തിൽ കിടന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ജയത്തിന്റെ ഒരു ഘോഷമാണ്, ഒരു ആഘോഷമാണ് ഈ കർത്തൃമേശ. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ തുറന്നു വിടുന്ന ഒരു സ്ഥലമാണ്. It's an unleashing of the power of resurrection. ദൈവത്തിന്റെ പുനരുത്ഥാന ശക്തിയെ തുറന്നു വിടുകയാണ്. അതുകൊണ്ട് തന്നെ നാം കർത്തൃമേശയെ ഒന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു ബോധ്യത്തോടെ, ആ ഒരു തിരിച്ചറിവോടെ, ആ ഒരു ആദരവോടെ, ലാഘവമായിട്ടല്ല, അലക്ഷ്യമായിട്ടല്ല, അയോഗ്യമായിട്ടല്ല, ഹല്ലേലൂയ, പൂർണ്ണ ഗൗരവത്തോടെ നാം കർത്തൃമേശയിലേക്ക് കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. അത് പാപമോചനമായ നിത്യജീവനായി, അത് സൗഖ്യത്തിന്റെ ശക്തിയായി, അത് വിടുതലായി, അത് അത്ഭുതമായി, അത് അനുഗ്രഹമായി, അത് സമാധാനമായി, അത് അഭിവൃദ്ധിയായി. ക്രിസ്തുയേശുവിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ഒഴുകി വരുന്ന ഒരു സമയമാണ്. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വെള്ളത്തിൽ ജലസ്നാനത്തിൽ വിശ്വാസ സ്ഥാനത്തോടെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഞാൻ കർത്താവിന്റെ ശിഷ്യനാണെന്ന് ലജ്ജയില്ലാതെ ലോകത്തിന് മുമ്പാകെ ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്കും ദൈവരാജ്യത്തിന്റെ വചനത്തിന് അടിസ്ഥാനമായി വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഈ കർത്തൃമേശയിൽ നിന്ന് നിങ്ങൾക്ക് പാനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം അതിന്റെ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും ഞാൻ ദൈവസഭയെ നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യുന്നത്. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുകയാണ്. 26-ാമത്തെ വാക്യം വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, അതുകൊണ്ട് ഇത്ര മഹത്വമേറിയ, ഇത്ര പ്രാധാന്യമേറിയ, ഇത്ര വിശുദ്ധമായ, ഇത്ര തീവ്രമായ ഒരു ദൈവ പ്രവൃത്തിയായതുകൊണ്ട് വായിക്കാം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് വരുവോളം അവന്റെ മരണത്തെ നാം പ്രസ്താവിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ മേശയിലേക്ക് പങ്കാളികളാകുവാൻ ആർക്കാണ് കഴിയുന്നത്? ഇതാർക്കാണ് ജീവനും അനുഗ്രഹവും ദൈവശക്തിയും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ എൻകൗണ്ടറും ദൈവത്തിന്റെ ജീവൻ ആഴമായി പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഓക്കേ, ഒരു വലിയ വാർണിംഗ് ആണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് വാർണിംഗ്. അലക്ഷ്യമായി, അയോഗ്യമായി, പാപത്തിൽ ജീവിച്ച്, മർദ്ദലിപ്പിൽ ജീവിച്ച്, ദൈവകൽപ്പനകൾക്ക് വിരോധമായി നാം ജീവിച്ച് ഈ വിശുദ്ധ മേശയിലേക്ക് വരുവാൻ നമുക്ക് അനുവാദമില്ല. നാം മനസ്സാന്തരപ്പെട്ട് നാം നമ്മെ തന്നെ ഒന്ന് ക്രമീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ആ പാപത്തെയും ലൗകിക മോഹത്തെയും ഒക്കെ വിട്ട് ആദരവോടെ, ആ ഭയഭക്തിയോടെ നാം കർത്തൃമേശയിലേക്ക് അടുത്തു വരണം. അതേ, ഇത് അനുഗ്രഹത്തിന്റെ മേശയാണ്, ഇത് ജീവന്റെ മേശയാണ്, ഇത് സൗഖ്യത്തിന്റെ മേശയാണ്, ഇത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്തോത്രം, അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു. അടുത്ത വാക്യം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്ത്, അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ, തിന്നുകയും ഇന്ന് നാം ഇതിൽ നിന്ന് ഭക്ഷിക്കുവാൻ പോകുക, ഇത് പാനം ചെയ്യാൻ പോകുക, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ജീവനെ നാം ഏറ്റെടുക്കാൻ പോകുക. For he that eateth and drinketh unworthy eateth and drinketh damnation. Word is powerful. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അനുഗ്രഹത്തിന്റെ മേശയായിരിക്കുമ്പോൾ തന്നെ ഇത് നമ്മെ ന്യായം വിധിക്കുന്ന, ശിക്ഷിക്കുന്ന ഒരു മേശയുമായി തീരാം. അത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും, അത് ഹേതുവായി കർത്താവിന്റെ മേശയെ, കർത്തൃമേശയെ വേണ്ടിയ പ്രാധാന്യവും ഗൗരവവും ആ ഒരു ആദരവോടും ഭയഭക്തിയോടും നാം ഇത് പാനം ചെയ്യാതിരുന്നാൽ അത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. അപ്പോൾ നാം യോഗ്യമായി ഭയഭക്തിയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ ഇതിന്റെ ഗൗരവം മഹത്വം മനസ്സിലാക്കി നാം ഈ കർത്തൃമേശയിൽ നിന്ന് പങ്കുചേർന്നാൽ, ഈ ജീവന്റെ മേശയിൽ നിന്ന് പങ്കുചേർന്നാൽ, ഈ സ്നേഹത്തിന്റെ മേശയിൽ നിന്ന്, ഈ യാഗത്തിന്റെ മേശയിൽ നിന്ന് നാം പങ്കുചേർന്നാൽ ഇത് നമുക്ക് ജീവനും, ഇത് നമുക്ക് ബലവും, ഇത് നമുക്ക് സൗഖ്യവും, ഇത് നമുക്ക് അത്ഭുതവും, സകല നന്മകൾക്കും ഇടയായി തീരും. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജലസ്ഥാനത്താൽ, വിശ്വാസ സ്നാനത്താൽ നിങ്ങൾ യേശുവിന്റെ ശിക്ഷനായി തീർന്നു. ദൈവകൽപ്പനകൾക്കും ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കെല്ലാം അനുസരിച്ച് അങ്ങനെ വിശുദ്ധിയോടും വേർപാടോടും സത്യസന്ധതയോടും നിഷ്കളങ്കതയോടും ജീവിക്കുവാൻ തീരുമാനമെടുത്തവർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇത് കേവലം അപ്പവും വീഞ്ഞുമാണ്. പക്ഷെ ഇതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് കഴിയുമ്പോൾ പിന്നെ അപ്പവും വീഞ്ഞുമല്ല. ഇത് വാഴ്ത്തി അനുഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് അതിനെ ഒന്ന് ഏൽപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ അപ്പം കർത്താവിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവന്റെ മഹത്വം റിലീസ്ഡ് ആയിരിക്കുന്ന ഒരു ചാനലായി മാറും. പിന്നെ ഇത് കേവലം ജ്യൂസ് അല്ല, യേശുവിന്റെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ജീവൻ മഹത്വം, ആ ശക്തി ഈ ജ്യൂസിലേക്ക് പ്രവഹിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് ഇത് രക്ഷിക്കപ്പെടാത്തവർക്കും സ്നാനപ്പെടാത്തവർക്കും ആ ഒരു ബോധ്യത്തിലേക്ക് വരാത്ത കുഞ്ഞുങ്ങൾക്ക് നാം കൊടുക്കാതിരിക്കാൻ കാരണം അത് തന്നെയാണ്. ഇത് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിത വിശുദ്ധി പാലിക്കുന്ന ഓരോരുത്തർക്കുമാണ് ഈ മേശയിൽ നിന്ന് നമുക്ക് പങ്കുചേരുവാൻ അനുവാദമുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആദരവോട് കർത്താവിന്റെ ശരീരത്തിന്റെ ജീവനായ ആ പദാർത്ഥം നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് പ്രാപിച്ച് നിങ്ങളുടെ മുട്ടിന്മേൽ വന്ന് നിങ്ങൾ കർത്താവിനോട് സംസാരിക്കാം, നിങ്ങൾക്ക് ആ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാം, നിങ്ങൾക്ക് ആ ജീവനിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ബിക്കോസ് യു ആർ മീറ്റിംഗ് വിത്ത് യുവർ ബ്രൈഡ്ഗ്രൂം. നിങ്ങൾ വ്യക്തിപരമായി കർത്താവിനോട് മീറ്റ് ചെയ്യുന്ന നിമിഷങ്ങളാണ് അത്. നിങ്ങളും കർത്താവും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിപരമായ ഒരു സമയമായതിനാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പകരം ക്ഷമ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാം. ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് സ്തോത്രം നിങ്ങൾക്ക് വ്യക്തിപരമായി ഒരു ഇന്റിമസിയിലേക്ക് ആ ജീവൻ നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും ഏത് സമയത്താണ് ഈ അപ്പവും വീഞ്ഞും കുടിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ആ നിമിഷം വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ പാനം ചെയ്യുവാനായിട്ട് കഴിയും. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പം എടുത്തു, വാഴ്ത്തി, സ്തോത്രം ചൊല്ലി, ഇത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് കർത്താവ് കൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു,
ഇതിന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് കർത്താവ് കൽപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ അപ്പത്തെയും വീഞ്ഞിൽ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും. പരിശുദ്ധാത്മാവേ, പിതാവേ, യേശുവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഈ അപ്പത്തെയും വീഞ്ഞിനെയും ഉയർത്തുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് പ്രസ്താവിക്കപ്പെട്ട അങ്ങയുടെ ജീവൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തകർക്കപ്പെട്ടു. ഞങ്ങളുടെ അകൃത്യ നിമിത്തം അങ്ങ് മുറിവേറ്റ്, ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം അങ്ങ് തകർന്നു. You were broken, you were bruised, you were scorched. We thank you, Father. കർത്താവേ, അങ്ങയുടെ ശരീരത്തിനായി, അങ്ങയുടെ തിരുരക്തത്തിനായി ഞങ്ങളുടെ പാപം ക്ഷമിച്ചു കിട്ടുവാൻ, ഞങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുവാൻ, ആഴമായ രൂപാന്തരം ഞങ്ങൾക്ക് സംഭവിക്കുവാൻ, ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും സമാധാനവും ലഭിക്കുവാൻ കർത്താവേ, ഇന്ന് ഈ അപ്പത്തെയും ഈ വീഞ്ഞിനെയും കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവിന്റെ ശരീരത്തിലും രക്തത്തിലും അടങ്ങിയിരിക്കുന്ന ജീവൻ ഈ പദാർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, ഇത് ദൈവത്തിന്റെ ജീവന്റെ ചാലുകളായി ഞങ്ങൾക്ക് ജീവനായി, ഞങ്ങൾക്ക് സൗഖ്യമായി ഇത് മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മേശയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Now may this become channels of your life, of your deep intimate moment, of your life that comes in saving power, in healing power, in miracle working power, in delivering power. And may you take us into deep intimate knowledge of you. നന്ദി പറയുന്നു കർത്താവേ, യേശുവിൻ നാമത്തിൽ ആമേൻ. നീ മാത്രം ആരാധ്യനേ, നീ മാത്രം സ്തുതിക്കു യോഗ്യൻ. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ, ഞാൻ അങ്ങേ സ്തുതിച്ചിടുന്നു. ദൈവസ്നേഹത്തിന്റെയും നീ മാത്രം ദൈവത്തിന്റെ വലിയ പരമോന്നത യാഗത്തിന്റെ ഒരു ഓൾട്ടറിലേക്കാണ് നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് സമർപ്പിച്ച് ഇന്ന് ദൈവത്തിന്റെ ജീവൻ, കർത്താവിന്റെ ജീവൻ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആഴമായി നമുക്കൊരു തിരിച്ച് ദൈവത്തോടൊരു റെസ്പോൺസ് ഉണ്ട്. നാം പ്രതികരിക്കണം ദൈവത്തോട്. നാം ദൈവത്തോടൊന്ന് പ്രതികരിക്കണം. എന്താ നാം പ്രതികരിക്കുന്നത്? കർത്താവേ, അങ്ങയുടെ ഈ പരമോന്നതമായ സ്നേഹത്തിനും പരമോന്നതമായ യാഗത്തിനും, അങ്ങയുടെ ശരീരവും അങ്ങയുടെ രക്തവും എന്റെ ജീവനിലേക്ക് അത് കൂടിച്ചേരുന്ന ഈ നിമിഷത്തിൽ കർത്താവേ, അങ്ങേക്ക് പൂർണ്ണമായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ ജീവനെ ഒട്ടും വെച്ചു പിടിക്കാതെ അങ്ങയുടെ ഹിതത്തിനായി, അങ്ങയോട് അനുരൂപപ്പെടുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, യേശു കേന്ദ്രിതമായ ഒരു ജീവിതം ജീവിക്കുവാൻ ഞാൻ അങ്ങയുടെ വകയാണ് എന്നുള്ളൊരു വലിയ ബോധ്യം കൊണ്ട് നമുക്ക് ഈ മേശയിൽ നിന്ന് പങ്കുചേരാം. നീ മാത്രം ആരാധ്യനേ, നീ മാത്രം സ്തുതിക്കു യോഗ്യൻ. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ, ഞാൻ അങ്ങേ സ്തുതിച്ചിടുന്നു. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ, ഞാൻ അങ്ങേ സ്തുതിച്ചിടുന്നു. Jesus, hallelujah, amen, amen. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് നന്ദി പറയാം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ രക്തവും പങ്കുചേരുവാൻ, തിരുമേശയുടെ കർത്തൃമേശയുടെ ആഴങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കുവാൻ, ഇന്ന് നാം ഇവിടെ പൊതുവായി ചെയ്തത് വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ സമയമെടുത്ത് നിങ്ങൾക്ക് കർത്താവിനോട് കൂടെ ഈ ഒരു സ്നേഹത്തിൽ, സഹിത്വത്തിൽ, ഒരു പേഴ്സണൽ ഫെലോഷിപ്പിലൊക്കെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. You get into deep intimate moments with God. Amen. കർത്താവ് ധാരാളമായി നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കാര്യമായ അപ്പം ശേഷിക്കുന്നില്ല, എന്നാലും ശേഷിക്കുന്ന അപ്പം നമ്മോട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ മേശയിൽ നിന്ന് അനേകർ വീണ്ടും പങ്കുചേരുവാനുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവജനമായ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കർത്താവായ യേശുവിനെ അറിയാത്തവരെ ഈ സ്നേഹത്തിലേക്ക് അവരെയും പ്രവേശിപ്പിക്കുവാൻ, അവരും ഈ കർത്തൃമേശയുടെ പങ്കാളികളായി ചേരുവാൻ പിതാവാം ദൈവത്തിന്റെ ഹൃദയം, യേശുവിന്റെ യാഗം, പരിശുദ്ധാത്മാവ് അധികമായി ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് സമർപ്പിക്കാം. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കണമെന്ന ആ ദൗത്യം ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. കർത്തൃമേശ ആചരിച്ച ഈ സമയം നമ്മുടെ മേൽ ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന വലിയ ദൗത്യത്തെ, ദൈവസ്നേഹത്തിന്റെ ആഴത്തെയും ഈ യാഗത്തിന്റെ ആഴത്തെയും ലോകത്തിന്റെ അറ്റത്തോളം കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ മേൽ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്.
ഞങ്ങളത് സ്വീകരിക്കുന്നു കർത്താവേ, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. നന്ദി പറയുന്നു. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.